പുളിക്കക്കടവ് പാലത്തിന് സമീപം ഭക്ഷണാവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. രാത്രിയുടെ മറവിലാണ് മാലിന്യ നിക്ഷേപം. മാലിന്യ നിക്ഷേപത്തിനായി പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ള ബോക്സിന് സമീപത്തായി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായതോടെ ജനങ്ങൾ ദുരിതത്തിലാണ്. ഇതുമൂലം ഈ ഭാഗത്ത് തെരുവുനായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിരിക്കുന്നു. ബോക്സിൽ നിന്നും മാലിന്യം യഥാസമയം നീക്കം ചെയ്യാത്തതും ബുദ്ധിമുട്ടാകുന്നുണ്ട്. വെങ്കിടങ്ങ്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലത്തിന് സമീപം ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നിട്ട് വർഷങ്ങളായെങ്കിലും ഇതുവരെയും നടപടിയായില്ല. ക്യാമറകൾ സ്ഥാപിച്ചാൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനാകുമെന്ന് സമീപവാസികൾ പറഞ്ഞു. ഒരു വർഷമായി ഇതിവിടെ വെച്ചിട്ട്, അതായത് പ്ലാസ്റ്റിക് മാലിന്യവും പേപ്പർ മാലിന്യം ഇടാൻ വേണ്ടിയിട്ടുള്ള വെച്ചുള്ള 2 ബോക്സാണ്. ഇതിലിപ്പോൾ ഒരുപാട് നാളായിട്ട് ഏത് പാർട്ടിയെന്ന് അറിയില്ല, ഈ കുട്ടികളുടെ പമ്പേഴ്സ് സാധനങ്ങളാണ് ഇതിൽ കംപ്ലീറ്റ് രണ്ടിലും ഫുള്ളായിട്ട് നിൽക്കുന്നത്. നമ്മൾ തുറന്നു നോക്കാറില്ല. ഇപ്പോൾ നമ്മുടെ ധാരണ പഞ്ചായത്തിൻ്റെ ശുചീകരണ തൊഴിലാളികൾ ഓൾറെഡി ഇത് കൊണ്ടുപോകുന്നതാണ്. മുമ്പ് ഒരു പ്രാവശ്യം ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ശേഷം കഴിഞ്ഞ മാസം സംസാരിച്ചപ്പോൾ അടുത്തുണ്ടെന്ന് ചേച്ചി പറഞ്ഞത് ഇതിൽ ഇട്ടുള്ളത് ഇന്ന സാധനങ്ങളാണ്, അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ പറയട്ടെ എന്ന് പറഞ്ഞു. ഇതിന് തീരുമാനം ഉണ്ടാക്കാം, ഒന്നുമില്ല ഇതിവിടുന്ന് മാറ്റുക. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ബസ് സ്റ്റോപ്പും ആളുകൾ കൂടുന്നൊക്കെ സ്ഥലമാണ്. ഇപ്പം ഇന്ന് രാവിലെ വന്നപ്പോൾ നായകൾ വലിച്ചിട്ടിരിക്കുകയാണ് ഈ പൊതി ഇങ്ങനെ പൊന്തിരിക്കണം കണ്ടിട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനിപ്പോൾ എന്തൊരു സൊല്യൂഷൻ എന്നുള്ള മനസ്സിലാവാത്തത്. ഒന്നുമില്ല പഞ്ചായത്ത് ഈ സാധനങ്ങൾ ഇരിക്കുന്നിടത്തൊരു ക്യാമറ വെക്കുക. അപ്പോൾ ആളുകൾ അനാവശ്യമായിട്ടുള്ള മാലിന്യങ്ങൾ ഇതിലിടൂല. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവരമില്ലാത്ത ആൾക്കാരുണ്ട്. വീട്ടിൽ പറമ്പിൽ കുഴിച്ചിട്ട സാധനങ്ങൾ ഇതുപോലെ പൊതുസ്ഥലത്ത് കൊടുത്തിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അവരറിയില്ല എന്നാ. പക്ഷേ അവരെങ്ങാനും കണ്ടാൽ അവരെ തലകൂടെ കൊണ്ടുവിടും നാട്ടിൽ. അത് അവർ മനസ്സിലാക്കി അവർക്കും നല്ലത്. 2 പഞ്ചായത്ത്, ഒന്നുമില്ല പഞ്ചായത്ത് ക്യാമറ വെക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് സൈഡിലെ ക്യാമറകൾ ഇരിക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇത് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ആളുകൾ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ടില്ല. ഇതാണ് പഞ്ചായത്തോട് അപേക്ഷിക്കാനുള്ള നാട്ടുകാരെന്നുള്ളത്.